എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബന്ധങ്ങളിലും സമൂഹത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്ന എന്നാൽ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു വിഷയമാണ് നാർസിസം. പ്രത്യേകിച്ചും സ്ത്രീകളിലെ നാർസിസ്റ്റിക് സ്വഭാവം. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, നാർസിസ്റ്റുകൾ എന്നാൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന, സ്വയം സ്നേഹിക്കുന്ന വ്യക്തികളാണെന്ന്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം അതല്ല. നാർസിസം എന്നത് ഒരു വ്യക്തിത്വ വൈകല്യമാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, NPD എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ബാധിച്ചവർക്ക് പുറമേ കാണിക്കുന്ന തിളക്കമാർന്ന മുഖത്തിന് പിന്നിൽ ആഴത്തിലുള്ള അരിഷിതാവസ്ഥയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാനുള്ള പ്രവണതകളും ഒളിപ്പിച്ചു വെക്കുന്നു. ഇന്ന് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകളിലെ നാർസിസ്റ്റിക് പ്രവണതകളിലാണ്. പുരുഷന്മാരിലെ നാർസിസത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളിലെ ഈ സ്വഭാവം പലപ്പോഴും കൂടുതൽ സൂക്ഷ്മവും ഒളിച്ചു വെച്ചതുമായ വൈകാരികമായി കൈകാര്യം ചെയ്യുന്നതുമാണ്. കവേർട്ട് ആൻഡ് മാനിപ്പുലേറ്റ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതും നമുക്ക് നോക്കാം. കാരണം പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിലെ സ്നേഹബന്ധങ്ങളിലും ആളുകൾ പെട്ടിരിക്കും. എങ്ങനെയാണ് ഈ നാർസിസ്റ്റ് സ്വഭാവമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനുള്ള ഒരു വഴികാട്ടിയാണ്. ഈ നാർസിസം എന്ന വാക്ക് ഗ്രീക്ക് പുരാണത്തിലെ സുന്ദരനായ നാർസിസ് എന്ന കഥാപാത്രത്തിൽ നിന്നാണ് വന്നത്. സ്വന്തം പ്രതിബിംബത്തിൽ പ്രണയിച്ച് ഒടുവിൽ നശിച്ചവൻ. ഈ പുരാണം സൂചിപ്പിക്കുന്നത് പോലെ ഒരു നാർസിസ്റ്റിനെ അവരുടെ പ്രതിബിംബത്തോടാണ് ഭ്രമം, അല്ലാതെ യഥാർത്ഥ വ്യക്തിയോടല്ല. അതിര് കടന്ന പ്രാധാന്യം നൽകൽ, അതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. തങ്ങളാണ് ഏറ്റവും മികച്ചവർ, തങ്ങളെല്ലാം അർഹിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അതുപോലെ തന്നെ അനുഭവമില്ലായ്മ, മറ്റൊരാളുടെ വികാരങ്ങൾ തിരിച്ചറിയാനോ അതിനോട് സഹാനുഭൂതി കാണിക്കാനോ ഉള്ള കഴിവ് അവർക്ക് തീർത്തും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് അമിതമായ ശ്രദ്ധയും ആരാധനയും ആവശ്യമുള്ളവരാണ് ഇവര്. നാർസിസ്റ്റിക് സപ്ലൈ എന്ന് വിളിക്കുന്ന നിരന്തരമായ പ്രശംസയും അംഗീകാരം അവർക്ക് ആവശ്യമാണ്. നമ്മളെപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, അവരെ സാന്ത്വനിപ്പിച്ചുകൊണ്ടിരിക്കണം, അവരെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഈ നാർസിസ്റ്റിക് ആളുകളുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. നാർസിസ്റ്റ് സപ്ലൈ എന്നാണ് ഇതിന് പറയുക. നിരന്തരമായ പ്രശംസയും അംഗീകാരവും അവർക്ക് ആവശ്യമാണ്. ഇവരുടെ ഒരു അടുത്ത സ്വഭാവമാണ് എക്സ്പ്ലോട്ടീവ്, ചൂഷണം ചെയ്യാനുള്ള സ്വഭാവം. സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതിൽ അവർക്ക് ഒരു തെറ്റും അവർ കാണുന്നില്ല. അതുപോലെ തന്നെ അടുത്തൊരു സ്വഭാവമാണ് അവരുടെ അസൂയയും അതുപോലെ അഹങ്കാരവും. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടുക, എല്ലാവരോടും തന്നോട് അസൂയപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യും അവര്. തന്റെ സൗന്ദര്യത്തിലും തന്റെ കഴിവിലും മറ്റുള്ള ആളുകൾ പലപ്പോഴും തന്നെ അസൂയോടുകൂടി നോക്കുകയാണെന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ സ്വഭാവങ്ങൾ ഒരു സ്ത്രീയിൽ വരുമ്പോൾ അത് പലപ്പോഴും ഒരു മാതൃക, ഒരു രക്ഷക അല്ലെങ്കിൽ സഹായി എന്ന വേഷത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇത് തിരിച്ചറിയാൻ അല്പം പ്രയാസവുമാണ്. പുരുഷ നാർസിസ്റ്റുകൾ സാധാരണയായി ഗ്രാൻഡിയോസ് അഥവാ പ്രകടമായ നാർസിസ്റ്റുകളായിരിക്കുമ്പോൾ സ്ത്രീകളിലെ നാർസിസം പലപ്പോഴും കവേർഡാണ് അല്ലെങ്കിൽ ദുർബലമായ നാർസിസം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. അവർ ശ്രദ്ധ ആകർഷിക്കുന്നത് ആധിപത്യത്തിലൂടെയല്ല, മറിച്ച് ദുരിതത്തിലൂടെയും സഹായം ആവശ്യപ്പെടും. വിക്ടറി കാർഡ്, ദ പ്ലേയിങ് ദ വിക്ടിം. താനാണ് എന്നും കഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് വരുത്തി തീർക്കും അവര്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് തന്റെ കഷ്ടപ്പാടുകള്, ദുരിതങ്ങള്, വീട്ടിലെ ബുദ്ധിമുട്ടുകള്, മക്കളുടെ ബുദ്ധിമുട്ടുകള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒരു വിക്ടിം കാർഡ് എടുക്കും അവര്. ആ വിക്ടിം കാർഡ് കാണിച്ച് നമ്മളെ സഹതാപം പിടിച്ചു പറ്റണം അവർക്ക്. ഇപ്പോൾ ഈ സഹതാപമില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് അവിടെ പരുങ്ങില്ലായിരിക്കും.